ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ധീരവും തന്ത്രപരവുമായ തീരുമാനങ്ങളിൽ ഒന്നിനാണ് ശനിയാഴ്ച ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. 2026 T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചപ്പോൾ ആരാധകരും വിമർശകരും ഒരേപോലെ അമ്പരന്നു. ടീമിന്റെ ഉപനായകനായിരുന്ന ഭാവി വാഗ്ദാനമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ശുഭ്മാൻ ഗിൽ ലോകകപ്പ് ടീമിൽ നിന്ന് പുറത്ത്. പകരം ഒരിടവേളയ്ക്ക് ശേഷം ഇഷാൻ കിഷൻ ടീമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ടീം പ്രഖ്യാപനത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ നൽകിയ വിശദീകരണം ഇന്ത്യൻ ടീമിന്റെ ഘടനയിൽ വന്ന വലിയൊരു പൊളിച്ചെഴുത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സഞ്ജു സാംസണിന്റെ പൊസിഷൻ മാറ്റവും ജിതേഷ് ശർമ്മയുടെ ഒഴിവാക്കലും ഇഷാൻ കിഷന്റെ വരവുമെല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ട ഒരു ചങ്ങലയിലെ കണ്ണികളാണെന്ന് അഗാർക്കർ വ്യക്തമാക്കി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഗില്ലിനെ ഒഴിവാക്കി ഇഷാനെ കൊണ്ടുവന്നതിന് പിന്നിലെ ടാക്ടിക്കൽ ഗെയിം എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ ടീം പ്രഖ്യാപനത്തിലെ ഏറ്റവും വലിയ തലക്കെട്ട് ശുഭ്മാൻ ഗില്ലിന്റെ പുറത്താക്കൽ തന്നെയാണ്. 2025 T20 ഫോർമാറ്റിൽ ഗിൽ നടത്തിയ ദയനീയ പ്രകടനമാണ് അദ്ദേഹത്തിന് വിനയായത്. വൈസ് ക്യാപ്റ്റൻ എന്ന പദവി ഗില്ലിനൊരു സുരക്ഷാ കവചമാകുമെന്ന് കരുതിയവർക്ക് തെറ്റി. ഫോമിനാണ്, പേരിനല്ല മുൻഗണന എന്ന് അജിത് അഗാർക്കർ തെളിയിച്ചു. ഗില്ലിനെ ഒഴിവാക്കിയതോടെ ടീമിലെ ഓപ്പണിംഗ് സ്ലോട്ടിൽ വലിയൊരു വിടവ് രൂപപ്പെട്ടു. ഇവിടെയാണ് മലയാളി താരം സഞ്ജു സാംസണിന്റെ റോളിൽ നിർണായക മാറ്റം വരുന്നത്. ഗിൽ ടീമിലുണ്ടായിരുന്ന സമയത്ത് സഞ്ജു സാംസൺ പരിഗണിക്കപ്പെട്ടിരുന്നത് മധ്യനിര ബാറ്ററായും അല്ലെങ്കിൽ ബാക്കപ്പ് ഓപ്പണറായുമാണ്. ഗില്ലും അഭിഷേക് ശർമ്മയും ഇന്നിംഗ്സ് തുറക്കുമ്പോൾ സഞ്ജുവിന് പലപ്പോഴും അവസരം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഗില്ലിനെ ഒഴിവാക്കിയതോടെ സഞ്ജു സാംസൺ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറായി മാറി. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുമെന്ന് ഉറപ്പായി. ഈ മാറ്റമാണ് ജിതേഷ് ശർമ്മയുടെ വിധി നിർണയിച്ചതും ഇഷാൻ കിഷന് വഴി തുറന്നതും. അത് എങ്ങനെയെന്ന് പരിശോധിക്കാം. സാധാരണഗതിയിൽ സഞ്ജു സാംസൺ ഓപ്പണറാവുമ്പോൾ മധ്യനിരയിൽ ഫിനിഷർ റോളിൽ വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മയെ നിലനിർത്തുന്നതാണ് പതിവ്. എന്നാൽ ഇത്തവണ അഗാർക്കർ ചിന്തിച്ചത് മറ്റൊരു തലത്തിലാണ്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇഷാൻ കിഷൻ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന താരമാണ്. നല്ല ഫോമിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് ഓർഡറിൽ ഒരു വിക്കറ്റ് കീപ്പർ ഉണ്ടാകുന്നത് ടീമിന് കൂടുതൽ സ്ഥിരത നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അഗാർക്കർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സഞ്ജുവിന്റെ റോൾ. സഞ്ജു സാംസൺ ഇപ്പോൾ ടീമിന്റെ പ്രധാന ഓപ്പണറും വിക്കറ്റ് കീപ്പറുമാണ്. ബാക്കപ്പ് പ്ലാൻ. ഒരു ടൂർണമെന്റിനിടെ സഞ്ജുവിന് പരിക്കേൽക്കുകയോ ഫോം ഔട്ടാകുകയോ ചെയ്താൽ പകരക്കാരനായി വരേണ്ടത് ഒരേ സമയം ഓപ്പണിംഗും വിക്കറ്റ് കീപ്പിംഗും ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കണം. ജിതേഷിന്റെ പരിമിതി. ജിതേഷ് ശർമ്മ ഒരു വിക്കറ്റ് കീപ്പറാണ്, പക്ഷെ അദ്ദേഹം ഒരു ഫിനിഷറാണ്. അദ്ദേഹത്തിന് ഓപ്പണറായി തിളങ്ങാൻ കഴിയില്ല. ഇഷാന്റെ മികവ്. ഇഷാൻ കിഷൻ സ്വാഭാവികമായും ഒരു ഓപ്പണറാണ്. സഞ്ജുവിന് പകരം വരേണ്ടി വന്നാൽ ടീം ഘടന പൊളിക്കാതെ തന്നെ ഇഷാനെ നേരെ ഓപ്പണിംഗിൽ ഇറക്കാം, കീപ്പിംഗും ഏൽപ്പിക്കാം. വിക്കറ്റ് കീപ്പർ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും